ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പൃഥ്വിയിലൂടെ മേനോനിലേക്കോ എക്സിലേക്കുള്ള എന്തെങ്കിലും ഒരു ലീഡ് കിട്ടാതിരിക്കില്ല. അതെ, അതുവരെ നമ്മുടെ മൂവ്മെന്റ്സും നല്ല ശ്രദ്ധയോടെ ആയിരിക്കണം. എത്ര ദിവസം ഇവരിവിടെ കഴിയുന്നു നമുക്കൊന്ന് കാണണമല്ലോ. ദേ, ഇവരെ പറഞ്ഞു നിർത്താൻ നിനക്കൊക്കെ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ തന്നെയുണ്ട്. നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടിനെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും. ഇല്ല അശ്വതേ, നീ എന്നല്ല ആര് വിചാരിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി നീ ഇതിനെ ശ്രമിച്ച ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോകേണ്ടി വരുന്നത് നീയായിരിക്കും. അതെ, മര്യാദക്കാണെങ്കില് വഴക്കും പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോവാം. വെറുതെ ഞങ്ങളുടെ തലയിൽ കയറാൻ വന്നാ ആരെയും വെറുതെ വിടുന്നു കരുതണ്ട. കല്യാണം കഴിഞ്ഞപ്പോ രണ്ടിനും വട്ട എന്നാ തോന്നേ. നിങ്ങള് വാ. നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. അവരെന്തോ മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാ ഇവിടെ കേറിയിരിക്കുന്നത്. എനിക്കും അങ്ങനെ തോന്നി. നീ സൂക്ഷിക്കണം അശ്വിതേ. ഞാൻ സൂക്ഷിച്ചോളാം. ഇനി എന്റെ ഓരോ നീക്കവും ഓരോ ശ്വാസവും അവളെ അവനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി തന്നെയായിരിക്കും. അതിലൊരു സംശയവും വേണ്ട. ഹലോ, നൈജീരിയൻ പാക്കറ്റ് എത്തിയിട്ടുണ്ട്. ഷിപ്പ് യാർഡിനടുത്തുള്ള ബീച്ചിൽ ചെന്നാൽ മതി. വാങ്ങിയിട്ട് എവിടെ കൊടുക്കണം? ഇന്ന് നീ സൂക്ഷിക്കണം. ദേ, ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല. കോടികൾ വില വരുന്ന ഐറ്റമാണ്. ഫസ്റ്റ് ക്വാളിറ്റി, റയറസ്റ്റ് ആൻഡ് ഡെഡ്ലി. സോ റിസ്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഡീലേഴ്സ് എത്തുമ്പോൾ ഞാൻ അറിയിക്കാം. അപ്പോ നീ അവരെ ഏൽപ്പിച്ചാൽ മതി. അതുവരെ ഞാൻ ഇത് എവിടെ സൂക്ഷിച്ചു വെക്കും? വീട്ടിലോ ഓഫീസിലോ എവിടെയാ നിനക്ക് സേഫ് എന്ന് വെച്ചാൽ നീ അവിടെ കൊണ്ട് സൂക്ഷിക്കും. ഏയ്, അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. എന്നാ നീ കാറിൽ വെക്കേ, എന്നിട്ട് നീ അതിന് കാവലിരിക്കുക. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഓക്കെ. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് ഒരു കാരണവശാലും നഷ്ടപ്പെടരുത്. നിന്റെ കയ്യിൽ നിന്ന് ഇത് പോയാൽ അതോടെ നീ തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ബൈ. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ പൂർണിമ. ശരി അശ്വിമോളെ, ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങണേ. ശരി, ഞാൻ വരാം. ഞാൻ കാർ പറഞ്ഞിട്ടുണ്ട്. ശരി, പോട്ടെ മോളെ, പോയിട്ട് വരാം. ശരി അപ്പച്ചി. ശരി. കിരൺ, ഇങ്ങനെ ആലോചിച്ച് ടെൻഷനാവണ്ട. നമ്മൾ ഏതായാലും ഈ വീട്ടിൽ കയറി പറ്റിയല്ലോ. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി നോക്കണം. അത് അത്ര എളുപ്പമല്ല ദുർഗെ. അതെനിക്കറിയാം. പക്ഷേ ഇവിടെയാകുമ്പോ നമുക്ക് തൊട്ടടുത്ത് നിന്ന് പൃഥ്വിയെ നിരീക്ഷിക്കാം. പൃഥ്വിയിലൂടെ മേനോനിലേക്കോ എക്സിലേക്കുള്ള എന്തെങ്കിലും ഒരു ലീഡ് കിട്ടാതിരിക്കില്ല. അതെ, അതുവരെ നമ്മുടെ മൂവ്മെന്റ്സും നല്ല ശ്രദ്ധയോടെ ആയിരിക്കണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇന്ന്. എനിക്കെന്റെ കിരണിനെ സ്വന്തമായ ദിവസം. ജാതകദോഷത്തിന്റെ പേരില് നമ്മുടെ വിവാഹം നടക്കാതെ പോകുന്നു പോലും എനിക്ക് പേടിയുണ്ടായിരുന്നു കിരൺ. ആ പേടി എനിക്കും ഉണ്ടായിരുന്നു. തന്നെ നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലായിരുന്നു ദുർഗെ. കിരൺ, വേണ്ട, വെറുതെ പോലും ഇങ്ങനെയൊന്നും പറയരുത്. എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല. അല്ല ദുർഗെ, ഞാൻ പറഞ്ഞ സത്യമാ. എന്നെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ താനല്ലാതെ ആരുമില്ല. പ്രസവിച്ച അമ്മ എനിക്ക് നഷ്ടമായി. ജന്മം നൽകിയ ആൾക്ക് ഞാൻ ആരുമല്ല.
വിഷമിക്കാതെ കിരൺ. കിരണിന് എല്ലാരും ഉണ്ട്. എല്ലാരെയും നമ്മൾ നേടിയെടുക്കും. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആഹാ, വാ ചേച്ചി. നിങ്ങൾക്കുള്ള ഡ്രസ്സുകളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും ഉടനെ കൊണ്ടുവരും. അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു ചേച്ചി. ഞങ്ങളതൊക്കെ മാനേജ് ചെയ്തോളായിരുന്നു. സാരമില്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും മടിക്കാതെ പറയണം. ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചേച്ചിക്ക് അറിയാലോ. അതെ, അതല്ലാതെ മറ്റൊന്നും എനിക്കിവിടെ ഒന്ന് വേണമെന്നില്ല. ആ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചതാണല്ലോ കിരൺ. ധ്വനിമോൾ എവിടെ? വന്നിട്ട് മോളെ കാണാനേ ഇല്ല. ധനുമോൾ ഇവിടെ ഇല്ല. അവൾ അമ്മയുടെയും പല്ലവിയുടെയും കൂടെ ക്ഷേത്രത്തിൽ പോയിരിക്കുക. വരാൻ രാത്രിയാവും. നിങ്ങൾ റെസ്റ്റ് എടുക്ക്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരി. ഓക്കെ. സോറി കിരൺ, ചേച്ചിയെ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഏയ്, അതൊന്നും സാരമില്ല. എല്ലാം നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ. അതെ, ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഇത്ര വലിയ നാടകം കളിക്കാനും ഞാൻ തയ്യാറാകും. അല്ല, ഇതെന്തോ പറ്റി രണ്ടുപേർക്കും? എന്തോ പണി കിട്ടിയിട്ടുണ്ടല്ലോ. ഞങ്ങളമ്മയുടെ കൊച്ചുമോളെ കുറിച്ച് പറയുമായിരുന്നു. ദുർഗയുടെ കാര്യോ? അതെ, അവളാള് ഭയങ്കരയാണല്ലോ. ആണോ? എങ്കിൽ പിന്നെ നന്നായി പോയി. ദുർഗമ്മോൾ ഇവിടെ നിന്നും പോയില്ലേ? ഇനിയും എന്തിനാ അവളെ കുറ്റം പറഞ്ഞിരിക്കുന്നത്? അവളിപ്പോ പഴയ ദുർഗയൊന്നും അല്ല. അതെ, അവളിപ്പോ കല്യാണമൊക്കെ കഴിച്ച് ഒരു ഭാര്യയായില്ലേ? അതാണോ നിങ്ങളുടെ സങ്കടം? അമ്മ കളിയാക്കണ്ട. ഞങ്ങൾ പറഞ്ഞത് സത്യം. ഈ വീട്ടിൽ നിന്ന് എന്നോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിക്കുന്ന ദുർഗ എന്നോടിന്ന് എതിർത്ത് സംസാരിച്ചു. എന്തോ ബാധ കൂടിയ പോലെ അവളുടെ മാറ്റം. അവളുടെ സംസാരത്തിലും നോട്ടത്തിലും എല്ലാം പതിവില്ലാത്ത ഒരു ഉറപ്പും ധൈര്യം ഒക്കെ ഉണ്ട്. സത്യമാണോ നിങ്ങൾ പറയുന്നത്? അതെ, എന്നെ പോലും എതിർത്ത് അവൾ സംസാരിച്ചു എന്ന് പറയുമ്പോ അവൾ എത്രമാത്രം മാറിയെന്ന് ഊഹിക്കാലോ. അയ്യോ, എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. സന്തോഷം. മറ്റുള്ളവരുടെ ചീത്ത കേട്ട് എല്ലാം സഹിച്ച് തലകുനിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും എന്റെ മോളുടെ സ്വഭാവം മാറണേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. എന്തായാലും സന്തോഷായി.